നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ കാർഷിക വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഫാമിലെ വിവിധ ഇനം പച്ചക്കറികളുടെ കൃഷി രീതികളെക്കുറിച്ചും ഇവയുടെ വിത്ത് ഉൽപാദനത്തെക്കുറിച്ചും കൂൺ യൂണിറ്റ്, വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് മുതലായവയെക്കുറിച്ചും നമുക്കിന്ന് പരിചയപ്പെടാം. ഇവിടെ പ്രധാനമായും പയറുവർഗ്ഗങ്ങൾ, നാണ്യവിളകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ഇവയെല്ലാം നമ്മൾ ഓരോ ഏരിയ തിരിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൗമുദി ഇനത്തിൽപ്പെട്ട പടവലത്തിൻ്റെ തോട്ടത്തിലാണ്. ഇതിപ്പോൾ വിളവെടുക്കുന്ന സമയമാണ്. ഇതിനുശേഷം നമ്മൾ പടവല ഒഴികെയുള്ള ബാക്കി ഏത് കൃഷിയും നമ്മൾ ഈ പ്ലോട്ടിൽ ചെയ്യുന്നതാണ്. ഈ ഫാമിൽ വിളവെടുക്കുന്ന എല്ലാ കൃഷികളും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. മെയിനായിട്ട് നമ്മുടെ ഫാമിൽ തന്നെ പ്രവർത്തിക്കുന്ന സെയിൽസ് കൗണ്ടർ വഴിയും മറ്റുള്ള ജനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയും, പിന്നെ അത് നമ്മുടെ ഇതിൻ്റെ തന്നെ വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കൃഷിക്ക് പുറമെ നമ്മുടെ പഠനാവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിനായി ലഭിക്കുന്ന വിളകളെയും നമ്മൾ ഓരോരോ ലാൻഡായിട്ട് അവർക്ക് അലോട്ട് ചെയ്ത് അവർ കൃഷി ചെയ്യുന്നുണ്ട്. വിള നട്ടതു മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യപ്പെടുന്നവരെയുള്ള എല്ലാ ഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ പടവലം കൗമുദി ഇനമാണ്, നല്ല ഈൽഡുള്ള ഇനമാണ്. ഇത് നമ്മൾ വിത്തെടുത്തത് നാളെ ക്ലീൻ ചെയ്ത് 3 ദിവസം വെയിലത്തിട്ട്, മീഡിയം വെയിലത്തിട്ട് ഉണക്കി വിത്ത് റൂമിൽ സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ 10 ദിവസം കഴിഞ്ഞാണ് ഇത് വെളിയിൽ നടാൻ വേണ്ടി കൊടുക്കുന്നത്. ഈ പടവലമാണ് കൂടുതലും എല്ലായിടത്തും നമ്മൾ വെളിയിലുള്ള കൃഷിക്കാർക്കും ഈ വിത്താണ് കൊടുക്കുന്നത്. ഇവിടെ എടുക്കുന്ന വിത്ത് എല്ലാ ഐറ്റം, മത്തനായാലും കുമ്പളമായാലും പിന്നെ കത്തിരി, വെണ്ട, വഴുതന, ചീര, മുളക് തന്നെ ഒരു കുറേ ഐറ്റം ഉണ്ട്. എല്ലാം ഇവിടെ നിന്ന് വിത്തെടുക്കുന്നത് തന്നെ. വെളിയിൽ കർഷകർക്ക് ഇവിടെ കൗണ്ടർ വഴി ഈ വിത്ത് വിതരണം ചെയ്യുന്നതാണ്. ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള സീഡ് യാർഡിലാണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ ഫാമിലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും വിത്ത് ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന പച്ചക്കറികൾ അതിൻ്റെ മൂപ്പെത്തിയതിന് ശേഷം ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാണ് സംഭരിക്കുന്നത്. ശേഷം ഈ പച്ചക്കറികളിൽ നിന്ന് നമ്മൾ വിത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഫാമിലെ തന്നെ കൃഷിയിടത്തു നിന്നും വിത്ത് ആവശ്യത്തിനായി വിളവെടുത്ത സാമ്പാർ വെള്ളരിയാണ്. ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ കീറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ വിത്ത് സെപ്പറേറ്റ് ഹാർവെസ്റ്റ് ചെയ്യും. വിത്ത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നന്നായി കഴുകി ഇതിൽ നിന്ന് ചാഫായിട്ടുള്ള വിത്തുകളെല്ലാം വേർതിരിച്ചതിന് ശേഷം ആദ്യത്തെ ഘട്ടം പ്രോസസ്സിംഗ് ആയിട്ട് സൺ ഡ്രൈ ചെയ്യും. അതിനുശേഷം രണ്ടാം ഘട്ടത്തിന് വേണ്ടി നമ്മൾ ഇത് വിത്ത് റൂമിലേക്ക് കൊടുക്കും. ഇത്തരത്തിൽ തന്നെ മറ്റു പച്ചക്കറികളും നമ്മൾ വിളവെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കുകയും തുടർന്ന് അതിൽ നിന്ന് ഗുണനിലവാരമുള്ള വിത്തുകൾ വേർതിരിച്ച് ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് കർഷകർക്കും അതുപോലെ നമ്മുടെ ഫാമിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഈ വിത്തുകൾ കാർഷിക സർവകലാശാലയുടെ തന്നെ വിവിധ വിപണന കേന്ദ്രങ്ങൾ വഴിയും കൂടാതെ കൃഷിഭവനുകൾ മുഖേനയും നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇവിടെ ഗുണപരിശോധന നടത്തിയാണ് നമ്മൾ ഓരോ വിത്തുകളും അല്ലെങ്കിൽ തൈകളും പുറത്തെത്തിക്കുന്നത്. നമുക്ക് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പരിശോധനകൾ നടത്തുന്നതിനുള്ള സംവിധാനമുണ്ട്. ദേശീയ, അന്തർദേശീയ തരത്തിലുള്ള സർട്ടിഫിക്കേഷനോടുകൂടി NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള കീടനാശിനി വിഷാംശ പരിശോധന ലാബുണ്ട്. സോയിൽ സയൻസിൽ ഹെവി മെറ്റൽസ് ഉൾപ്പെടെ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ലബോറട്ടറി സൗകര്യമുണ്ട്. തേനിൻ്റെ ഗുണനിലവാര പരിശോധന നടത്തുന്നതിനുള്ള നാഷണൽ ലബോറട്ടറി ഈ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്.
വെള്ളായണി കാർഷിക കോളേജിൽ കൃഷിശാസ്ത്രത്തിൽ ബിരുദ പഠനത്തിനെത്തുന്ന കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഈ ഫാമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കൂടാതെ ഗവേഷണം ചെയ്യുന്ന കുട്ടികൾക്കും അധ്യാപകരുടെ ഗവേഷണ പദ്ധതികൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ നിന്നും ചെയ്തു കൊടുത്തു വരുന്നു. ഇൻസ്ട്രക്ഷണൽ ഫാമിലെ ഏരിയ ഡിയുടെ തന്നെ ഭാഗമായിട്ടുള്ള വാഴക്കൃഷി നടത്തുന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രധാനമായും ഏത്തൻ അഥവാ നേന്ത്രൻ, കപ്പവാഴ അഥവാ റെഡ് ബനാന, ഞാലിപ്പൂവൻ, പാളയംകോടൻ മുതലായ ഇനങ്ങളാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. തികച്ചും ശാസ്ത്രീയമായ രീതിയിലുള്ള വിളപരിപാലനമാണ് നമ്മൾ ഈ വാഴ കൃഷിയിൽ അവലംബിക്കുന്നത്. ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ളൊരു യൂണിറ്റ് ഈ ഫാമിൽ പ്രവർത്തിക്കുന്നു. അതായത് പ്രത്യേകിച്ചും വെർമി കമ്പോസ്റ്റ്, കോയർപിത്ത് കമ്പോസ്റ്റ് എന്നിവയുടെ ഉൽപ്പാദന യൂണിറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെർമി കമ്പോസ്റ്റും കോയർപിത്ത് കമ്പോസ്റ്റും സെയിൽസ് കൗണ്ടർ വഴി വിപണനം ചെയ്തു വരുന്നു. കാർഷിക കോളേജിലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കാർഷിക അവശിഷ്ടങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും മണ്ണിരയ്ക്ക് ആഹാരമായി കൊടുത്താണ് നമ്മൾ വെർമി കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങളുടെ ഉപയോഗത്തിലൂടെ സമൃദ്ധമായ വിളവ് ലഭിക്കുന്നു. കർഷകർക്ക് ആവശ്യമായ പ്രത്യേകതരം ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇൻസ്ട്രക്ഷണൽ ഫാമിൽ നടത്തി വരുന്നുണ്ട്. കർഷകർക്ക് പുറമെ യുവ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മറ്റ് വിദ്യാർത്ഥികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതിൽ ഈ ഇൻസ്ട്രക്ഷണൽ ഫാം വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. വളരെയധികം ധാരാളം വിസിറ്റേഴ്സാണ് ഓരോ ദിവസവും ഈ ഇൻസ്ട്രക്ഷണൽ ഫാം കണ്ട് കാര്യങ്ങൾ ടെക്നോളജി മനസ്സിലാക്കുന്നതിനും അവർക്ക് ആവശ്യമായ വിത്തും മറ്റ് നടീൽ വസ്തുക്കളും വാങ്ങുന്നതിനുമായി കാർഷിക കോളേജിലെത്തുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ ഭാഗമായ ഏരിയ ഡിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായും വിവിധ ഇനം പച്ചക്കറികളുടെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ചതുരപ്പയറിൻ്റെ കൃഷിയാണ്. ഇത് ലോക്കൽ വെറൈറ്റി ചതുരപ്പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഏറെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് ചതുരപ്പയർ. പയറുകളിലെ തന്നെ ഏറ്റവും അധികം ഗുണമുള്ള ഒരു ഇനമാണ് ചതുരപ്പയർ. ഇതിൽ നമ്മൾ പിഞ്ചായിട്ടുള്ള കായ്കൾ പച്ചക്കറിയായിട്ട് നമ്മുടെ വിപണന കേന്ദ്രം വഴി വിൽക്കുന്നുണ്ട്. അതിനുശേഷം മൂത്ത കായ്കൾ നമ്മൾ വിത്തെടുക്കാനായിട്ട് വിത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നവംബർ മാസത്തിലാണ് അതിന് ചെയ്യുന്നത്. അത് തണുപ്പ് കാലങ്ങളിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കൃഷിയാണിത്. നമുക്ക് 3 മാസം കൊണ്ട് തന്നെ ഇതിന് വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിലെ വിത്ത് വരായിട്ട് നമ്മൾ വിത്ത് കൗണ്ടറിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇത് പോയിട്ട് കൗണ്ടറിൽ ഇതിനെ പച്ച പരുവം, അതായത് നമ്മൾ ഈ സാധനം ഒടിക്കുന്ന ഒരു പരുവുണ്ട്. ഇതിനെ ഇങ്ങനെ ഒടിയുന്ന ഒരു പരുവം, അതാണ് പിഞ്ചെന്ന് പറയുന്നത്. ഈ പിഞ്ചെന്ന് പറയുന്ന സാധനത്തിനാണ് നമ്മൾ കൗണ്ടറിൽ കൊടുക്കുന്നത്. ഇത് വിത്ത് എന്ന് പറയുമ്പോൾ നല്ല മിറ്റിയിരിക്കുന്നത്, ഇത് വിത്താണ്. ഈ വിത്ത് അടക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നല്ല കറക്കും വിത്ത്. ഇതിൽ വളക്കൃഷി എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്ന ചാണകം, കോഴിക്കാരം, യൂറിയം, പൊട്ടാഷ്യം ഇത് മാത്രമേ ഇതിൽ കൂടെ മിക്സ് ചെയ്യുന്നുള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 1 മാസം കഴിഞ്ഞിട്ടേ ഇത് ചെയ്യുന്നുള്ളൂ. അതും കുറച്ചേ ഇടുകയുള്ളൂ. 2-3 പ്രാവശ്യം ഇത് ഇടുമ്പോൾ മാത്രമേ ഇതിൻ്റെ കൃഷിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുള്ളൂ. അല്ല തുടക്കമേ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ ഉടനെ ഇതിൽ കൃഷി ചെയ്യാൻ പാടില്ല. 1 മാസമെങ്കിലും വെയിറ്റ് ചെയ്താൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ കുരുമുളക് ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റാണിത്. ഇവിടെ 12 ഇനം കുരുമുളകാണ് ഉള്ളത്. പന്നിയൂർ 1 മുതൽ 10 വരെയും വിജയ്, കരിമുണ്ട തുടങ്ങിയ ലോക്കൽ വെറൈറ്റീസുമാണ് ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ തൈകൾ സെയിൽസ് കൗണ്ടറിൽ വിൽപ്പനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലെയറിംഗ് അഥവാ പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് സെയിൽസ് കൗണ്ടറിൽ 25 രൂപയും കുറ്റി കുരുമുളക് അഥവാ ബുഷ് പെപ്പർ അതിൻ്റെ വില എന്ന് പറയുന്നത് 75 രൂപയും 100 രൂപയുമാണ്. കവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഈ 2 വിലയിൽ
ഇവിടെ വിൽപ്പന ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ധാരാളം ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഗവേഷണത്തിൻ്റെ ഫലമായി മുട്ടം വരിക്ക എന്നൊരു പ്ലാവ്, അതുപോലെ തന്നെ 6 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹ്രസ്വ എന്ന മരച്ചീനി ഇനം, ഭീമ എന്ന പാൽക്കൂൺ ഇനം എന്നിവ ഇവിടെ നിന്നാണ് വികസിപ്പിച്ച് കർഷകർക്കായി പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഫാമിൽ നിന്നും വിളവെടുക്കുന്ന പഴം, പച്ചക്കറി വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായുള്ള FSSAI രജിസ്ട്രേഷനുള്ള ഒരു യൂണിറ്റും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇൻസ്ട്രക്ഷണൽ ഫാം വെള്ളായണിയുടെ നെൽകൃഷി ചെയ്യുന്ന പാടമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് BSc അഗ്രികൾച്ചർ കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻസ് റൈസ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ പാടത്ത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വേനൽക്കാലത്ത് നെൽവയലിൽ കൃഷി ചെയ്യാവുന്ന ബജ്റ, മെയ്സ് അങ്ങനത്തെ ചെടികളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ അഗ്രോണമി വിഭാഗത്തിൽ നിന്ന് ചെയ്യുന്ന നെല്ലിൽ ചെയ്യുന്ന ഗവേഷണ പദ്ധതിയും ഇവിടെ വയലിൽ കാണാവുന്നതാണ്. ഏകദേശം 5 ഏക്കറോളം സ്ഥലമാണ് നെൽവയലായിട്ട് ഇവിടെ ഉള്ളത്. വെള്ളായണി കാർഷിക കോളേജിലെ 3ാം വർഷ BSc അഗ്രികൾച്ചർ ഓണേഴ്സ് വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും. പ്രവൃത്തി പരിചയത്തിൻ്റെ ഭാഗമായി മരച്ചീനിയും നെൽകൃഷിയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നെൽകൃഷി, കരകൃഷിയും വയൽ കൃഷിയും ചെയ്യുന്നുണ്ട്. ഈ കൃഷിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. രോഗകീട നിയന്ത്രണത്തിനുള്ള മരുന്നുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ നെല്ല് കൊയ്തെടുക്കുന്നതും അത് മെതിച്ച് വിത്തെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തികളും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ശരിക്കും ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു സൈഡാണ് ഇവർ ഈ വയലിൽ ചെയ്യുന്നത്. അപ്പോൾ കൃഷി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അവർക്ക് നേരിട്ട് മനസ്സിലാക്കി അത് പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു കോഴ്സ് കൊണ്ട് അവർക്ക് സാധിക്കുന്നു. അഗ്രോണമി വിഭാഗത്തിൽ നിന്ന് ഓഫർ ചെയ്യുന്ന കോഴ്സാണ് പ്രവൃത്തി പരിചയ പദ്ധതി. അതിൽ മരച്ചീനിയും നെല്ലുമാണ് ചെയ്യുന്നത്. നമ്മൾ മങ്കൊമ്പ് റിസർച്ച് സ്റ്റേഷനിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്ത പ്രത്യാശ എന്ന ഹ്രസ്വകാല ഇനമാണ് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത്. കോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്കിതിൻ്റെ എങ്ങനെയാണ് നടുന്നതെന്നും കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ അതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നാലും അതിൻ്റെയൊക്കെ ഡോസേജൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെയല്ല, വയലിലേക്ക് ഇറങ്ങി ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ ഭാഗത്തുനിന്ന് തൊഴിലാളികൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സഹായവും. ഇത് ചെയ്യുന്നത് വഴി കർഷകർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ്, അവർ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് വളരെയധികം ഞങ്ങളുടെ കോഴ്സിനെ സഹായിക്കുന്നുണ്ട്. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്നായിട്ടുള്ള മഷ്റൂം യൂണിറ്റിലാണ് നമ്മളിപ്പോഴുള്ളത്. കൂണിൻ്റെ ഉൽപ്പാദനവും ഇവയുടെ വിത്തിൻ്റെ നിർമ്മാണവുമാണ് ഇവിടെ നടക്കുന്നത്. കൂണിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഇൻസ്ട്രക്ഷണൽ ഫാമിലുണ്ട്. ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയുടെ വിത്ത്, അതുപോലെ തന്നെ വിളവെടുക്കാറായ ബെഡുകൾ, വിളവെടുത്ത കൂൺ എന്നിവ ഇവിടെ വിപണനം ചെയ്തു വരുന്നു. ഗുണനിലവാരമുള്ള വിത്തുകളുടെ ഉൽപ്പാദനം ഉറപ്പുവരുത്താനായി പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്ന ഇനോക്കുലേഷൻ റൂമിൽ അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ കൂൺ വിത്തുകൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്.
ഇത്തരത്തിൽ തയ്യാറാക്കിയ കൂൺ വിത്തുകൾ ഏകദേശം 3 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. ഇവയാണ് നമ്മുടെ വിപണന കേന്ദ്രങ്ങൾ വഴി കർഷകരിലേക്ക് നമ്മൾ ലഭ്യമാക്കുന്നത്. നമ്മുടെ മഷ്റൂം യൂണിറ്റിൽ പ്രധാനമായും ചിപ്പിക്കോണിൻ്റെയും പാൽക്കോണിൻ്റെയും വ്യത്യസ്ത ഇനങ്ങളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇതിൽ തന്നെ ചിപ്പിക്കോണിന് വൈക്കോൽ അടങ്ങിയ ബെഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പാൽക്കോണിന് വ്യത്യസ്തമായ മിശ്രിതം ഉപയോഗിച്ചാണ് ബെഡ് തയ്യാറാക്കുന്നത്. അത് ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, പിന്നെ ധാന്യങ്ങളുടെ തവിട്, കാൽസ്യം കാർബണേറ്റ് മുതലായവ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കി മഷ്റൂംസിനുള്ള ബെഡ് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കൂൺ വിത്തുകളും അവയുടെ ബെഡുകളും ഫ്രഷ് മഷ്റൂംസും നമ്മുടെ തന്നെ വിപണന കേന്ദ്രം വഴി കർഷകർക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതാണ്. 300 ഗ്രാം കൂൺ വിത്ത് അടങ്ങിയ ഒരു പാക്കറ്റിന് 50 രൂപ എന്ന നിരക്കിലും 1 കിലോ ഫ്രഷ് മഷ്റൂം അടങ്ങിയ പാക്കറ്റിന് 300 രൂപ എന്ന നിരക്കിലുമാണ് നമ്മുടെ വിപണന കേന്ദ്രങ്ങൾ വഴി നമ്മളിവ വിൽക്കുന്നത്. നേരത്തെ കാണിച്ച രീതിയിൽ തയ്യാറാക്കിയ ബെഡിൽ ഏകദേശം 20 ദിവസം കഴിയുമ്പോൾ ഇത്തരത്തിൽ വെള്ള നിറത്തിലുള്ള മൈസീലിയ പൂർണ്ണമായും വളർച്ചയെത്തും. ഇതിനുശേഷം ഇതിൽ നിന്ന് ഇത്തരത്തിൽ വെർട്ടിക്കലായ രീതിയിൽ നമ്മൾ കീറി കൊടുക്കണം. ആ കീറലിലൂടെ ഈ മഷ്റൂംസ് പുറത്തേക്ക് വളർന്നു വരും. ഇത്തരത്തിൽ വളർന്ന മഷ്റൂംസിനെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ബെഡ് തയ്യാറാക്കുന്നത് മുതൽ കൂൺ വളർച്ച എത്തുന്നവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും കൂണുകളെ പരിപാലിക്കണം. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അണുബാധ പോലും വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. വിത്തുപാകിയ കൂൺ ബെഡുകൾ പ്ലാസ്റ്റിക് നൂലുപയോഗിച്ച് ഇത്തരത്തിൽ തയ്യാറാക്കിയ പ്രത്യേകം താങ്ങുകളിലാണ് തൂക്കിയിടുന്നത്. കൂൺ ബെഡുകൾ സൂക്ഷിക്കുന്ന മുറിയുടെ താപനില പ്രത്യേക തോതിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. വളരെ ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും ചെയ്യേണ്ട ഒന്നാണ് കൂൺ കൃഷി. ഇതിൻ്റെ ആദ്യഘട്ടമായ ബെഡ് തയ്യാറാക്കൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വൈക്കോൽ 12 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർക്കണം. കാൽഷ്യം കാർബണേറ്റ് കൂടെ കുറച്ചിട്ട് അത് കുതിർത്ത് വെച്ചതിന് ശേഷം 12 മണിക്കൂർ കഴിഞ്ഞ് അത് വാരി തോരാൻ വെക്കണം. തോരാൻ വെച്ചതിന് ശേഷം അത് വാരി വെയിലത്തിടണം. വെയിലത്തിട്ട് നമ്മൾ പിഴിഞ്ഞാലും വെള്ളം വരാൻ പാടില്ല. ചെറിയൊരു ഈർപ്പത്തിൽ അതിനെ വാരി നമ്മൾ ഓട്ടോക്ലോവ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്തിട്ട വൈക്കോൽ അത് നമ്മൾ അടുത്ത് ഈ കവറിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. ആദ്യം ഈ മൂട് കെട്ടണം. കെട്ടിയിട്ട് അതിനെ തിരിച്ചെടുക്കണം. ഈ കവറിനെ തിരിച്ചെടുത്തതിന് ശേഷം ആദ്യത്തെ വൈക്കോൽ നമ്മൾ ചുമ്മാട് ചുരുട്ടും പോലെ ചുരുട്ടി ആദ്യത്തെ ലെയർ വെക്കണം. വെച്ച് അമർത്തി വെച്ചതിന് ശേഷം ചുറ്റോട് ചുറ്റും വിത്തിടണം. 4 സൈഡിലായിട്ട് ഇങ്ങനെ വിത്തിടണം. ആദ്യം ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വിത്തിടണം. രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് വിത്തിടണം. ചുറ്റും വിത്തിടണം. മൂന്നാമത്തെ ലെയറും വിത്തിടണം. ഓരോ ലെയറും ചെയ്തിട്ട് അവസാനം വരുമ്പോഴത്തേക്ക് ഇത് 4ാമത്തെ ലെയറാണ്. 4 തട്ടാണ് വയ്ക്കാനുള്ളത് വൈക്കോല്. നമ്മൾ ഇതിന് നല്ലപോലെ ഇടിച്ച് 4ാമത്തെ ലെയർ വിത്തിട്ടിട്ട് അത് ഫുള്ളാണ് വിത്തിടണം. നല്ലപോലെ ഇറക്കി കെട്ടി ഇതിൻ്റെ തുമ്പും മടക്കി കെട്ടണം. നിറയെ ഇതുപോലെ ചെറിയ കുത്തിടണം. എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടാണ്. ബെഡ് റെഡിയായി. ഇൻസ്ട്രക്ഷണൽ ഫാം വെള്ളായണിയിൽ വിളവെടുക്കുന്ന പഴം, പച്ചക്കറി, അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾ, വിത്തുകൾ, കേരള കാർഷിക സർവകലാശാലയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഈ ഫാമിൽ പ്രവർത്തിക്കുന്ന സെയിൽസ് കൗണ്ടർ വഴി കർഷകർക്ക് ലഭ്യമാവുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ്. ഈ കാർഷിക കോളേജിലുള്ള ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിത്തും വളവും അതുപോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കർഷകർക്ക് ആവശ്യമായ രീതിയിൽ ലഭ്യമാക്കുന്നുണ്ട്.
ധാരാളം ആവശ്യമുള്ളവർ നേരത്തെ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത്, വളവും ഈ ജൈവ കീടനാശിനികൾ ഉൾപ്പെടെ ജൈവ മിത്ര കീടങ്ങൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഈ കാർഷിക കോളേജിലുണ്ട്. അത് അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവർക്ക് വേണ്ടുന്ന പ്രത്യേകതരം പരിശീലനങ്ങൾ, അത് ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിംഗ് ആയാലും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതായാലും ഹൈബ്രിഡ് സങ്കര ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായാലും അങ്ങനെയുള്ള പ്രത്യേകതരം പരിശീലനങ്ങളും ഈ ഇൻസ്ട്രക്ഷണൽ ഫാം വഴി ലഭ്യമാകുന്നുണ്ട്. മറ്റ് സാങ്കേതിക സഹായവും ഈ ഇൻസ്ട്രക്ഷണൽ ഫാമിലൂടെ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൺലൈനിലുള്ള സൗകര്യവും ബൾക്കായിട്ട് ആവശ്യമുള്ളവർക്ക് ജൈവ കീടനാശിനി ഉൾപ്പെടെയുള്ള കൊറിയർ വഴി അവർക്ക് അത്യാവശ്യത്തിന് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനവും ഇൻസ്ട്രക്ഷണൽ ഫാമിലുണ്ട്. അത് ഇലക്ട്രോണിക് സംവിധാനം വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പം ഈ സൗകര്യങ്ങൾ, ഇത്രയും ഗുണനിലവാരമുള്ള വിത്തും തൈകളും മറ്റ് ഉൽപ്പന്നങ്ങളും വാങ്ങാനായിട്ട് ഈ കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം പൊതുജനങ്ങൾക്കും കർഷകർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായി നമ്മുടെ വീടുകളിലും പൊതുവിടങ്ങളിലും തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാം. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.